ചൂടാണല്ലോ. അപ്പൊ ഇന്ന് നമുക്കൊരു ജ്യൂസിന്റെ റെസിപ്പി ചെയ്യാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന ജ്യൂസ് ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ ജ്യൂസ് കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ജ്യൂസിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് കുറുക്കി ചേർക്കും. ഗോതമ്പ് കുറുക്കി ചേർക്കുന്ന പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ജ്യൂസിന് ഗോതമ്പിന്റെ ടേസ്റ്റ് വരില്ല. അത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതേപോലെ ഉണ്ടാക്കിയാൽ മതി. ജ്യൂസ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല, ജ്യൂസ് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്, ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാൻ. ഇനി ഇത് റെഡിയാകാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഓറഞ്ചാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ആയിട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓറഞ്ചൊക്കെ നന്നായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇവിടെ ഫ്ലോറിഡയിലൊക്കെ നന്നായിട്ട് ഓറഞ്ച് കിട്ടുമല്ലോ. അപ്പൊ ഞാനിവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ച് കേട്ടോ. അപ്പോൾ ഓറഞ്ചോ അല്ലെങ്കിൽ മൂസമ്പിയോ വെച്ചിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാണ്ട് നീക്കി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം. അത് നമ്മുടെ ഓറഞ്ചിന്റെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനിപ്പോൾ കറക്റ്റായിട്ട് ഇത്രയ്ക്ക് അളവൊന്നുമില്ല. കാരണം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഓറഞ്ച് ചിലപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ സാധാരണ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ജ്യൂസ് ഭയങ്കര വെള്ളം പോലെയല്ലേ ഇരിക്കുക. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കും. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജ്യൂസിന് നല്ല തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ്, ഗോതമ്പ് കുറുക്കി എടുക്കുന്നതിൻ്റെ ടേസ്റ്റും വരില്ല കേട്ടോ. അത് നന്നായിട്ട് തണുക്കാണ്ട് ചേർക്കരുത്. ചെറിയ ചൂടോട് കൂടിയിട്ട്, ഇപ്പം നമ്മൾ തിരക്കിൽ ചെറിയ ചൂടോട് കൂടിയിട്ടൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരും. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഐസും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്ക് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഗോതമ്പ് ഒന്ന് കുറുക്കിയിട്ടെടുക്കുക. അപ്പോൾ ഗോതമ്പ് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർക്കണം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ചേർക്കാം. ഈ തീ ഓണാക്കുക. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടൊക്കെ ആവും. ഈ മരങ്ങളുമേ ഇലകളൊക്കെ വരും. മരങ്ങളുമേ ഇലകളൊക്കെ വരുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാട്ടോ. ഇവിടെ സാധാരണ മരങ്ങളുടെ ഇലകളൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ മരങ്ങളുടെ ഇലകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇലയായിട്ടല്ല വരാം. ഒരു ഇതെല്ലാ മരത്തിന്മേയും ഫസ്റ്റ് പൂക്കളായിട്ടാണ് വരാം. അപ്പോൾ നിറച്ചിങ്ങനെ പൂവായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഞാൻ വരുമ്പോൾ നിങ്ങളെ കാണിക്കാട്ടെ. ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിക്കായിക്കോട്ടെ. ഇന്ന് രാവിലെ ഞാൻ കുറേ തരത്തിൽ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ കുറുക്കി വഴിക്കാൻ, അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകരുത്. കാരണം ഇത് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് വരും. കാരണം ഞാൻ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് വന്നു. ഇതേണ്ടിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ടാക്കി. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തുന്ന തന്നെ നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഓറഞ്ച് ജ്യൂസ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു തിക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിലൊക്കെ ആയിരുന്നാലും അവർ ഇതേപോലെ ഓറഞ്ച് ജ്യൂസ് തിക്കാക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ജ്യൂസും തിക്കാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഗോതമ്പൊന്നും ആയിരിക്കില്ല ചേർക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ ഗോതമ്പ് കുറുക്കിയെടുത്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തണുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കണത് കൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഓറഞ്ച് ചേർക്കുക. അപ്പം ഞാനിവിടെ എടുത്തേക്കണ ഓറഞ്ച് ഇത് കുരുവില്ലാത്ത ഓറഞ്ച് കേട്ടോ. കുരുള്ള ഓറഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുരു മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസിന് കയ്പ്പ് വരും. ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ള കളർ ഉണ്ടല്ലോ, പിന്നെ കട്ടിയിലിരിക്കണ്ടാവും, അത് മാറ്റി കളയണം. ഇപ്പൊ കുരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുരു മാറ്റണം കേട്ടോ. ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ഓറഞ്ചിന് ഇതിലും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവുമല്ലോ. ഇവിടെ മിക്കപ്പോഴും ഇതേപോലത്തെ ടൈപ്പ് ഓറഞ്ച് കിട്ടും. പിന്നെ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓറഞ്ച് ജ്യൂസായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. ആ ജ്യൂസ് വെച്ചിട്ട് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കരുത് കേട്ടോ. കാരണം അത് വെച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ശരിക്കുള്ള ടേസ്റ്റ് വരില്ല. അതിനകത്ത് അവർ വൈറ്റമിനും ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അതിന് ഇഷ്ടമായില്ല. വേറെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വന്നു. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് എടുത്തിട്ട് തന്നെ അടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മൂസമ്പി ആയിരുന്നാലും കുഴപ്പമില്ല. ഓറഞ്ച് കൊണ്ട് പുഡിങ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 2 അല്ലെങ്കിൽ 3 വർഷമൊക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പോൾ ആ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര കൈപ്രസായിരുന്നു. അപ്പോൾ ആ പുഡിങ്ങിൽ ഈ ഓറഞ്ചിൻ്റെ ഈ പുറത്ത് ഈ തൊണ്ട് മൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് ഓറഞ്ചിൻ്റെ തൊണ്ട അല്ലെങ്കിൽ ഇപ്പോൾ നാരങ്ങയുടെ തൊണ്ടൊക്കെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ ചേർക്കില്ലേ, അങ്ങനെ ഈ തൊണ്ട് എടുക്കുമ്പോൾ ഈ പുറത്തെ ഈ കട്ടിയുള്ള ഇതുണ്ടല്ലോ, ഈ തൊണ്ട് ഇത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കളർ ഉണ്ടാവും. ഇതിനിപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ്, ഈ കളർ വരില്ലേ. ഇത് എടുക്കരുത്, ഇത് ഒട്ടും വരരുത്. ഇത് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈപ്രസ് ഉണ്ടാവും. അപ്പം ഈ പുറത്തെ ഈ മഞ്ഞ കളറിലുള്ള തൊണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പീലറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഭയങ്കര കനം കുറച്ചിട്ട് ആ പുറത്തെ തൊണ്ട് മാത്രം എടുക്കുക. അത് നാരങ്ങയുടെ ആയിരുന്നാലും അങ്ങനെ തന്നെ. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ള കളർ കുറച്ച് വന്നാൽ മതി, ഭയങ്കര കൈപ്രസ് ആയിരിക്കും. ഞാനിതിലേക്ക് 4 ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഐസ് ചേർക്കുക. അത് നമ്മുടെ തണുപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഐസ് നന്നായിട്ട് ചേർത്തോ, അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് ഭയങ്കര തിക്കായിട്ടിരിക്കും. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ. ഐസ് ചേർക്കുമ്പോൾ നിങ്ങൾ ഐസ് കുറച്ച് നന്നായിട്ട് ചേർത്തോട്ടോ, കാരണം ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ കുറച്ച് ഐസ് നന്നായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ജ്യൂസ് ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പോൾ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞിട്ട് ഭയങ്കര തിക്ക് പോലെ ഇരിക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഐസ് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ചേർത്താലും മതി. ചിലർക്ക് ചിലപ്പോൾ തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഐസ് ചേർക്കുക, പിന്നെ തണുത്ത വെള്ളവും ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഓറഞ്ചിൻ്റെ അനുസരിച്ചിട്ട് ഇരിക്കും പഞ്ചസാര ചേർക്കണത്. നല്ല മധുരമുള്ള ഓറഞ്ചൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം കറക്റ്റ് ഇത്രയ്ക്ക് പഞ്ചസാര എന്ന് നമുക്ക് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഈ ഗോതമ്പ് കുറുക്കിയെടുത്തത് ചേർക്കാം. അടിക്കാനുള്ള എല്ലാനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്തു, ഐസും ചേർത്തു, ഓറഞ്ചും ചേർത്തു, ഗോതമ്പ് കുറുക്കിയതും ചേർത്തു. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നന്നായിട്ട് ഐസ് ചേർക്കണം, അല്ലെങ്കിൽ ജ്യൂസ് ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പോൾ ഇത് ഇനി ഒന്ന് അടിച്ചെടുക്കുക. അത്യാവശ്യം നല്ല മധുരമുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല രസമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഞാൻ അരിക്കണില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം.
അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ജ്യൂസായിട്ടാണ് കിട്ടിയത്. ഈ വലിയ ഗ്ലാസ്സിൽ ഇത്രയ്ക്കും പിന്നെ ഇത്രയ്ക്കും ജ്യൂസാണ് കിട്ടിയത്. ഈ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.